ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി അറ്റാക്കാണ് ചെയ്യാൻ പോണേ. ക്യൂൻ ചാർജും അല്ല, റോയൽ ചാമ്പ്യൻ ചാർജും ഇല്ല, അങ്ങനത്തെ ഒരു വെറൈറ്റി അറ്റാക്കാണ്. ഞാൻ ട്രൂപ്സ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ട്രൂപ്പ്. ഞാൻ റോയൽ ചാമ്പ്യനെയും ഇൻവിസിബിൾ ഇട്ട് അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ. അതിനോട് കൂടി തന്നെ നമ്മൾ ക്യൂൻ ചാർജും ചെയ്യാണ്. ഇത്ര ദിവസം കൊണ്ട് നമ്മളിപ്പോൾ ക്യൂൻ ചാർജ് ഒന്നും ചെയ്യുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ക്യൂൻ ചാർജ് മാത്രമേ ചെയ്ത് അറ്റാക്ക് ചെയ്യാറുള്ളൂ. ബേസിക്കലി ഞാൻ അങ്ങനെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ക്യൂൻ ചാർജ് ഒക്കെ വിട്ട് ഇപ്പോൾ റോയൽ ചാമ്പ്യൻ്റെ പുതിയ എബിലിറ്റി, നമ്മുടെ ലൈറ്റ്നിങ് എബിലിറ്റി ഒക്കെ വന്ന ശേഷം ഞാൻ ഇപ്പോൾ ആ അറ്റാക്ക് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി, വെറുതെ ഇരുന്നപ്പോൾ ഇപ്പോൾ തോന്നിയതേ ഉള്ളൂ, ക്യൂൻ ചാർജും ചെയ്ത് റോയൽ ചാമ്പ്യൻ്റെ ചാർജും ചെയ്താൽ എങ്ങനെ അറ്റാക്ക് ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ട്രൂപ്സൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് റിവെഞ്ചിലോട്ട് തന്നെ ചെയ്യാം. ലക്ലി 2 റിവെഞ്ച് ഉണ്ട്, 79ഉം 79. രണ്ടുപേരും 79, പക്ഷേ ഒരാൾ മനസ്സിലാക്കും, മറ്റാൾ ചൂസ് ചെയ്യാം. അപ്പോൾ നേരെ ഇതിന് അറ്റാക്ക് ചെയ്ത് നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ നേരെ ഈ ലൈവ് അറ്റാക്കിൽ കൂടെ നമുക്ക് കാണാം. നേരെ ഫസ്റ്റ് റിവെഞ്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ബേസ് വളരെ കുറച്ച് ടാസ്ക് ഏറിയ ബേസ് തന്നെയാണ്. റോയൽ ചാമ്പ്യൻ. ഓക്കെ, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ക്യൂൻ. ഓക്കെ, ക്യൂവിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് മാറ്റിയിട്ട് ക്യൂവിനെടുത്തു, ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്ത് ഹീലേഴ്സ് ഇട്ടു. റോയൽ അല്ല, നമ്മുടെ എല്ലാത്തിനും ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ആ ഏരിയ ഫുള്ളും അവന്മാർ ഡീൽ ചെയ്തോളും. ഇനി നേരെ എൻ്റെ റോയൽ ചാമ്പ്യൻ ഇറക്കി ആ ഏരിയ ഫുള്ള് സെക്യൂർ ആക്കാൻ നോക്കുകയാണ് ഗൈസ്. പക്ഷേ ഇത് കുറച്ച് ടാസ്ക് ഏറിയ പരിപാടിയാണ്. 2 സൈഡും ഒരേ സമയം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഒരു മൂവ്മെൻറ്റിന് പ്രശ്നം വന്നാൽ അപ്പോൾ ആരെങ്കിലും ചത്തു. ഇത്ര ക്യൂവിനും റോയൽ ചാമ്പ്യനും സെയിം ടൈമിൽ തന്നെ നമ്മൾ നോക്കണം. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഞാൻ ഇടയ്ക്കിട്ട് നമ്മുടെ ക്യൂവിനും ഇട്ട് ഞാൻ ഇൻവിസിബിൾ സ്പെല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, റോയൽ ചാമ്പ്യൻ അവിടെ വളരെ ഒരു നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോണത്. ക്യൂവിനും അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് പോണത്. ഓക്കെ, കിങ്ങൊക്കെ ചത്തു. ഓക്കെ, കിങ്ങൊക്കെ ചത്തിട്ടുണ്ട്. ഒരു നമ്മുടെ റൈഡറിനെ ഇറക്കിയിട്ടുണ്ട്, ഒരു ഡ്രാഗനെ ഇറക്കിയിട്ടുണ്ട് ആ സൈഡ്. എന്നിട്ട് നേരെ ഡ്രാഗൻ അറ്റാക്ക് ചെയ്താൽ ഈ സൈഡിൽ നിന്നാണ് ഞാൻ ചെയ്യണേ. വാർഡൻ ഇറക്കിയിട്ടുണ്ട്. ബാക്കി ഉള്ള 3 ഡ്രാഗൻ റൈഡേഴ്സ്, 2 ലൂൺസ്. എബിലിറ്റി കൊടുക്കണമെന്ന് ചോദിച്ചാൽ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ ഇപ്പോൾ ചാവും. കിങ് നമ്മുടെ അയ്യോ. ഓക്കെ ഗൈസ്, ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ക്യൂവിനെ ഇറക്കിയിട്ടുണ്ട്, ഫയർ സ്പിറ്ററിനെ അടിച്ചു. ഓക്കെ ഗൈസ്, ക്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഡെഡായി. പിന്നെ ഒരു ആർച്ചറുണ്ട്, അത് ഇറക്കിയിട്ടുണ്ട്. ഇത് ഈ അറ്റാക്ക് ബേസിക്കലി കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ക്യൂവിന് ഒരു സൈഡിൽ നിന്ന് അറ്റാക്കും ചെയ്യും, റോയൽ ചാമ്പ്യൻ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്യും. ബാക്കിയുള്ള ട്രൂപ്പിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ അറ്റാക്കും ചെയ്യാം. സോ ബേസിക്കലി ഇത് നല്ലൊരു 3-സ്റ്റാറാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി നല്ലപോലെ ഒരു പോസിറ്റീവ് ആണ് കിട്ടിയത്. നമുക്ക് നോക്കാം. അടുത്ത് നമ്മുടെ രണ്ടാമത്തെ ഒരു അറ്റാക്കും കൂടെ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. നേരെ നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട് എടുക്കുന്നു, നേരെ തന്നെ ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി എനിക്ക് ഈ അറ്റാക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റാങ്ക് മാച്ച് വരുമ്പോൾ നമുക്ക് ഈ അറ്റാക്ക് സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഡൊണേഷനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ തന്നെ വീണ്ടും ഒരു റിവെഞ്ച്, നമുക്ക് ഇനി ഒരു റിവെഞ്ചും കൂടെ ഉണ്ട്. ആ റിവെഞ്ച് നമുക്ക് നേരെ അറ്റാക്ക് ചെയ്ത് നോക്കാം. അത് 79% ആറാണില്ല. അവരെന്ത് അറ്റാക്കാണ് ചെയ്താൽ ഇലക്ട്രോ ഡ്രാഗനൊക്കെ. ഓക്കെ, റിവെഞ്ച് കൊടുത്തിട്ടുണ്ട്. ബേസ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. നേരെ തന്നെ ബേസ് കാണുന്നു. അയ്യേ ഗൈസ്, ഇത് വളരെ പൊട്ട ബേസാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബേസിനെ ഞാൻ ഫോർഫിറ്റ് ചെയ്യാണ്. അതിനടിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ അറ്റാക്ക് വെറുതെ ചെയ്യും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഏത് ടൗൺ ഹാൾ 17 കിട്ടും അതിനെ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ടൗൺ ഹാൾ 17 അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഏത് ടൗൺ ഹാൾ 17? അയ്യോ, നെറ്റ് കിടക്കുന്നുണ്ടല്ലോ ഗൈസ്. നെറ്റ് ചെറുതായിട്ട് കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ, നെറ്റ് കിട്ടി. എന്ത് ലാഗ. ഓക്കെ ഗൈസ്, നമുക്കൊരു നല്ലൊരു ടൗൺ ഹാൾ 17 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെയാണ് നമ്മൾ ഇന്ന് അറ്റാക്ക് ചെയ്യാൻ പോണേ. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ക്യൂവിനെ ഞാൻ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ എബിലിറ്റി യൂട്ടിലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ആ സാധനം ഇറക്കിയിട്ടുണ്ട്. കിങ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. റോയൽ ചാമ്പ്യനെ ഈ സൈഡിൽ നിന്നാണ് ഇറക്കാൻ പ്ലാൻ. റോയൽ ചാമ്പ്യന് ഒരു ഇൻവിസിബിൾ സ്പെല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് എൻ്റെ ക്യാമറ മാറ്റി, അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും. ആ സൈഡ് ഏരിയ കിങ് ക്യൂവിനെ നമ്മുടെ ഇൻവിസിബിൾ നമ്മുടെ ട്രൂപ്സ് എല്ലാം കയറി അറ്റാക്ക് ചെയ്ത് നല്ലപോലെ സെറ്റാക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, റോയൽ ചാമ്പ്യൻ കയറിയിട്ടുണ്ട്. ഓക്കെ, റോയൽ ചാമ്പ്യൻ ടൗൺ ഹാളിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാർജിങ് ഫുള്ളും കിങ്ങിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആണെങ്കിൽ കുഴപ്പമില്ല. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇട്ട് നല്ല റേജ് പോലെ നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് റോയൽ ചാമ്പ്യൻ. സ്മൂത്ത്ലി ടേക്കിംഗ്. ഓക്കെ, റോയൽ ചാമ്പ്യൻ ചത്തിട്ടുണ്ട്. കിങ്ങും ചത്തു. ഗുഡ്. അവിടെ ഒരു ഇൻവിസിബിൾ സ്പെല്ല് കൊടുത്തിട്ട് നേരെ തന്നെ ഞാൻ അറ്റാക്ക് ചെയ്ത് തുടങ്ങാൻ. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് തുടങ്ങുകയാണ് ഗൈസ്. ഡ്രാഗൻ റൈഡറിനെ ഇറക്കി. 2 ലൂൺസ് ഇറക്കിയിട്ടുണ്ട്. ഷിറ്റ്. ഓക്കെ ഗൈസ്, ബേസിക്കലി നമ്മുടെ ക്യൂവിന് ചത്തിട്ടുണ്ട്. ക്യൂവിന് ഇറക്കണോ, കിങ്ങിന് ഇറക്കണോ, വാർഡൻ ഇറക്കണോ, റോയൽ ചാമ്പ്യൻ ഇറക്കണോ ഒന്നും അറിഞ്ഞൂടാ. നിലവിലൊന്നിനെ ഞാൻ വെച്ചിട്ടില്ല. വാർഡൻ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ലാതെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. നിലവിലൊരു സീനും ഇല്ലാതെ പോകുന്നുണ്ട്. റോയൽ ചാമ്പ്യൻ ഇറക്കണോ? റോയൽ ചാമ്പ്യൻ ഇറക്കിയാൽ ശരിയാവൂ.
ഓക്കെ, നിലവിൽ റോയൽ ചാമ്പ്യൻ ഇറക്കാതെ തന്നെയാണ് സ്മൂത്തായിട്ട് പോകുന്നത്. ഞാൻ ക്യൂവിന് ഇറക്കി ഗൈസ്. ഒരു വെറൈറ്റിക്ക് ക്യൂവിനെ തന്നെയാണ് ഇറക്കിയിരിക്കണം. ക്യൂവിനാകുമ്പോൾ കുറച്ച് ഹീലിങ്ങും കിട്ടുന്നുണ്ട്. ഓക്കെ, ക്യൂവിന് അത് അവിടെ നിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതൊരു നല്ലൊരു 3 സ്റ്റാർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബേസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള. നല്ല ഫുള്ളി മാക്സ്ഡ് ബേസാണ്. ഓക്കെ, ക്യൂവിനെ അവിടെ കിടന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതൊരു നല്ലൊരു 3 സ്റ്റാർ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അറ്റാക്ക് നല്ലൊരു സക്സസ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് റിസൾട്ടാണ്. നമ്മൾ അടിച്ച 2 ബീച്ച് നല്ലപോലെ ഒരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇതേപോലത്തെ അറ്റാക്കുള്ള വീണ്ടും നല്ല അറ്റാക്ക് വെച്ച് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇനി ഇതൊന്ന് വെച്ച് അറ്റാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യൂൻ ചാർജ് പ്ലസ് റോയൽ ചാമ്പ്യൻ ചാർജ് രണ്ടും കൂടെ കോമ്പിനേഷൻ അറ്റാക്ക് നല്ലൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ കിട്ടുന്നതായിരിക്കും. നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ബൈ ഗൈസ്.